ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. സമയം 9:27. ഇതിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ്. ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ഡ്രോയിങ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ലെറ്റ് us റിമൂവ് ഓൾ ദോസ് ഡ്രോയിങ്സ്. സോ ഇപ്പം നിലവിൽ ഒരു ചെറിയ ലിക്വിഡിറ്റിയുടെ ടാപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെ 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി അടുത്തൊരു ലിക്വിഡിറ്റി ഉള്ളത് ഇവിടെ ആയിരിക്കും. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു ലിക്വിഡിറ്റി മാത്രമേ ടാപ്പ് ചെയ്ത് നിൽക്കുന്നത്. ഇനി 50 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് ഏതൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് 1 മിനിറ്റ്, 5 മിനിറ്റ്, 50 മിനിറ്റ്, 1 ഡേ ആണ്. 1 അവർ യൂസ് ചെയ്യാറില്ല. അത് പണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും. 1 വീക്കും യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഈ 4 ടൈം ഫ്രെയിംസാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ 50 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ 50 മിനിറ്റിലും ആ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. 5 മിനിറ്റ് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റിൽ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ടാപ്പ് ചെയ്തില്ല. ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ടാപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഡേലോ ഇപ്പോൾ ടാപ്പ് ചെയ്യല്ലോ. ഈ 1 ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമായിരുന്നു. ബട്ട് അവിടുന്ന് ഒരു എൻട്രി തരാതെ നേരെ വന്ന് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ലോ ഒക്കെ എടുത്ത്, ഡേലോ. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ എൻട്രി ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എൻട്രി ഒന്നും തന്നില്ല മാർക്കറ്റ്. നേരെ വന്ന് ഡേലോ ടാപ്പ് ചെയ്ത് എത്ര പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്? 50 പോയിൻറ്റ്സോളം മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. 5 മിനിറ്റിലോ അല്ലെങ്കിൽ 50 മിനിറ്റിലോ പുതിയ ഏതെങ്കിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്ക് നോക്കിയിട്ടൊരു ട്രേഡ് എടുക്കാം. അതിനുശേഷം അത് ടാപ്പ് ചെയ്യണം. അതിനുശേഷം എൻട്രി നോക്കാം. അതല്ലാതെ ഇതിന്ന് ഡയറക്റ്റ് എൻട്രി എടുക്കാൻ ഇപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല. നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലാണ് ട്രേഡ് എടുത്തത്. ആ ട്രേഡ് എടുത്തതിൻ്റെ വീഡിയോ റെക്കോർഡായില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ കാണാം, ട്രേഡ് റണ്ണിങ് ആണ്. ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട്. സോ സ്ട്രൈക്ക് 23,350 പുട്ട് ഓപ്ഷനാണ്. 128.75 നമുക്ക് എൻട്രി ഇട്ടത്. 6 പോയിൻ്റ് SL ഇട്ടിട്ടുണ്ട്. സോ 128.75 ഈ റേഞ്ചിലാണ് നമുക്ക് എൻട്രി ഇട്ടത്. ഈ ഒരു ക്യാൻഡിലായിരുന്നു എൻട്രി വന്നത്. ഒരു ടിപ്പസ്റ്റ് ക്യാൻഡിലാണ് ഇപ്പം. ഇനി മേലേക്ക് അങ്ങനെ കയറി വരികയാണെങ്കിൽ ടിപ്പൊക്കെ മാറും. സോ എൻട്രി എടുക്കാനുള്ള റീസൺ ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടേനി, ഇനി താഴേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് പുതിയ എൻട്രി കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് പുതിയ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അത് ടാപ്പ് ചെയ്താലേ എൻട്രി കൺസിഡർ ചെയ്യുമെന്ന്. സോ ഈ ഒരു ലിക്വിഡിറ്റി നിന്ന് ഓൾറെഡി രാവിലെ നോക്കി, പക്ഷേ അവിടെ നിന്ന് എൻട്രി ഒന്നും കിട്ടാതെ രാവിലെ വന്ന് ഡേലോ ടാപ്പ് ചെയ്തുകൊണ്ട് പിന്നീടാണ് ഞാൻ പറഞ്ഞത് പുതിയ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എൻട്രി കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെ ഇരിക്കെ നമ്മുടെ 5 മിനിറ്റിൽ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയി ഈ ഒരു ലെവലിൽ. അത് മാർക്കറ്റ് വന്ന് ടാപ്പും ചെയ്ത്, ഈ 10.25 ക്യാൻഡിൽ അത് വന്ന് ടാപ്പും ചെയ്ത്, ടാപ്പ് ചെയ്തതിന് ശേഷം 1 മിനിറ്റിൽ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തത്. ആ ട്രേഡ് ഇപ്പോൾ റണ്ണിങ് ആണ്. അതിൽ ടാർഗറ്റ് ഞാൻ വെച്ചത് ഡേലോ ആണ്. ഡേലോ എത്തുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ഡേലോ എന്ന് പറയുമ്പോൾ ആകെ 34 പോയിൻറ്റ്സേ ഉള്ളൂ. സോ ഇതിൽ 1:5 ആണെങ്കിൽ 30 പോയിൻറ്റ്സ് ഇതിൽ കിട്ടണം. ഈ നിഫ്റ്റിയിൽ 34 പോയിൻറ്റ്സ് പോകുമ്പോൾ പ്രീമിയത്തിൽ 30 പോയിൻറ്റ്സ് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഡേലോ എത്തുന്ന സമയത്ത് ഇവിടേക്ക് ആയിരിക്കും എത്താൻ ചാൻസ് ഉള്ളൂ. ഇത്ര പോയിൻറ്റ്സ് പോകാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ എന്തായാലും അവിടെ തന്നെയാണ് ടാർഗറ്റ് വയ്ക്കുന്നത്. അതല്ലാണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് ഒരുപാട് താഴെയാണ്. ഒരുപാട് താഴെ ഇൻ ദ സെൻസ് ഇവിടെയൊക്കെ കൊണ്ടുവെക്കേണ്ടി ഒരു ടാർഗറ്റ്. സോ അത്രയും ഹ്യൂജ് ആയിപ്പോവും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബ്രാക്കറ്റ് ഓർഡർ എന്നുള്ള രീതിക്ക് 30 പോയിൻറ്റ്സ് വെക്കേണ്ടി വരും. 30 പോയിൻറ്റ്സ് എത്തുമ്പോൾ ഇറങ്ങാൻ നല്ല രീതിക്ക് പ്രീമിയത്തിൽ. പക്ഷെ അത് വേണ്ട, ഡേലോ ഒരു ലിക്വിഡിറ്റി ഏരിയ ആണല്ലോ. സോ ഡേലോ ടാപ്പ് ചെയ്തിട്ട് അഥവാ മേലേക്ക് വരികയാണെങ്കിൽ പിന്നെ SL കോസ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇന്നത്തെ ടാർഗറ്റ് ഡേലോ തന്നെയാണ്, അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇനി ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് അടിക്കുമോ SL അടിക്കുമോ എന്നുള്ളതൊക്കെ നോക്കി വെക്കാം. ഓക്കെ, ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം, ഈ ഒരു ക്യാൻഡിലാണ് ജസ്റ്റ് ഇപ്പോൾ SL അടിച്ചിട്ടുള്ളൂ. നമ്മൾ എക്സിറ്റൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയി ഇരുന്നതാണ്. ഇനി മാർക്കറ്റ് ഇങ്ങനെ എന്താ ഈ ഒരു ലെവലിലേക്ക് എത്തി. ഇവിടുന്ന് കുറച്ചും കൂടെ ഒന്ന് താഴേക്ക് ഇറങ്ങി നമ്മൾ ടാർഗറ്റ് അടിക്കുമായിരുന്നു, ബട്ട് അതടിച്ചില്ല. സോ നമുക്ക് ലോസ് വന്നത് 3058.25 ആണ്. 28 എൻട്രി 22 6 പോയിൻ്റ് തന്നെ പോയുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ട്രേഡ് നോക്കണമെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ വേറൊരു ചെറിയൊരു പോയിന്റ് പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള വീഡിയോയിൽ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഇമോഷൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ വീഡിയോയിൽ പറയണമെന്ന്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് വേണം അങ്ങനെ പറയുന്നത് ഹെൽപ്ഫുൾ ആണെന്നുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ട്രേഡിൻ്റെ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇമോഷൻ ആക്ട് ചെയ്യാൻ പറ്റുന്ന പല സിറ്റുവേഷൻസ് ഇതിൽ വന്നിട്ടുണ്ടാവും. ഇവിടുന്ന് ഇങ്ങനെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ പോയി ഇവിടുന്ന് തിരിച്ചു വന്ന് ഇവിടെ എത്തി, അതേപോലെ വീണ്ടും ഇങ്ങനെ കയറിപ്പോയി. അപ്പോഴൊക്കെ നമുക്ക് SL അടിക്കാതെ തിരിച്ച് കയറിപ്പോയി, പിന്നെ ഒന്ന് SL അടിച്ച്, അങ്ങനെയുള്ള ഒരുപാട് ഇമോഷൻസൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ അതിനൊക്കെ ഉപരി ഇതിൽ ഏറ്റവും ഇമോഷണൽ ആവുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമോഷണൽ ആവാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇന്ന് എൻ്റെ ഇമോഷൻ ആക്ട് ചെയ്ത ചെറിയൊരു ഏരിയ ആണ്. അതായത് ഇവിടെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു ഏരിയ ആണ് എൻട്രി എടുത്തതിന് ശേഷം ടാർഗറ്റ് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഒരു ലോല് വെക്കാം. പക്ഷേ ആ ലോല് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഈ ഒരു ലെവലിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതായത് 1:5 കിട്ടണമെങ്കിൽ 30 പോയിൻറ്റ്സ് ഇവിടെ എത്തണം. പക്ഷേ അതിൻ്റെ ഒരു പകുതിയൊക്കെ കിട്ടുള്ളൂ. 1:2, 2.5 ആ റേഞ്ചിലൊക്കെ നമുക്ക് ആയിരിക്കും മിക്കവാറും പ്രോഫിറ്റ് കിട്ടുക ഇത് അടിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ എന്ത് വെക്കാം, 30 പോയിൻറ്റ്സ് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓർഡർ എടുക്കാം, അല്ലെങ്കിൽ 30 പോയിൻറ്റ്സ് ആയിട്ട് ഇറങ്ങുന്നുള്ളൂ എന്നുള്ള രീതിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. കാരണം 30 പോയിൻറ്റ്സ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് SL അടിച്ച്, ബട്ട് എൻട്രി എടുക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ അങ്ങനെയാണല്ലോ, ടാർഗറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉണ്ട്. മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ 30 പോയിൻറ്റ്സും അച്ചീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് അതിനുശേഷം ലോവർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് വീണ്ടും 1 മിനിറ്റിൽ നോക്കിയിട്ടാണ് എൻട്രി എടുക്കുന്നത്. സോ ഇവിടുന്ന് താഴേക്ക് നല്ലൊരു മൊമെൻറ്റം വരാൻ ചാൻസ് ഉണ്ട്. 30 പോയിൻറ്റ്സൊക്കെ സുഖമായിട്ട് അച്ചീവ് ചെയ്യും എന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് ഇവിടെ വെക്കുന്നതിന് പകരം വേണമെങ്കിൽ 30 പോയിൻറ്റ്സ് ഫിക്സഡ് ആയിട്ട് വെക്കാം. പക്ഷെ അങ്ങനെ ഞാൻ ആ രീതിയിൽ വെച്ചില്ല. ഞാൻ ഇവിടുന്ന് തന്നെ എക്സിറ്റ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഇരുന്നത്. അതിപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എന്തായാലും എക്സിറ്റ് ചെയ്യും, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രണ്ട് കേസും നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് ഒന്നെങ്കിൽ ഇവിടെ ടാർഗറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലേക്കും പ്രോഫിറ്റ് വരാം. അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് നമുക്ക് പ്രോഫിറ്റ് വരേക്കാം. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് ഇവിടെ ടാർഗറ്റ് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ ടാർഗറ്റ് വെക്കാം. രണ്ട് രീതിയിൽ വെക്കാം. സോ രണ്ട് കേസിലുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മളൊന്ന് അനലൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് എന്താ, മാർക്കറ്റ് ഡേലോ ടാപ്പ് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരില്ല, നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ വെക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് എന്താ, മാർക്കറ്റ് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പ്രോഫിറ്റ്സ് കിട്ടും അല്ലേ. ഈ രണ്ട് ഇതും തമ്മിലുള്ള അഡ്വാൻറ്റേജ് നോക്കും. ഇവിടെ വെക്കുമ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അല്ല ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പ്രോഫിറ്റ്സ് കിട്ടും. അപ്പോൾ അഡ്വാൻറ്റേജിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ച് പ്രോഫിറ്റ്സ് കൂടുതൽ കിട്ടും, അതാണുള്ളൂ കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇത് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലെവൽ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ, അതായത് നിഫ്റ്റിയിൽ ഡേയിലോ ടാർഗറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിടെ ടാപ്പ് ചെയ്ത് തിരിച്ചു വരികയാണെങ്കിലും ഓക്കെ. പക്ഷേ മേലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഗിൽറ്റ് ഫീൽ വരും. ഈ ഒരു പ്രോഫിറ്റും കൂടെ കിട്ടുമായിരുന്നു, ആ പ്രോഫിറ്റ് മിസ്സായല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ്. അതായത് ഡേയിലോ ടാർഗറ്റ് വെച്ചാലുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്, ഇവിടുന്ന് മാർക്കറ്റ് കുത്തനെ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ്സ് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ചെറിയ ചിന്ത വരും. അപ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു 15,000 കിട്ടുന്ന ഒരു 7,000 6,000 ഒക്കെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ ബാക്കി ചെറിയൊരു പോയിൻ്റ് ചെറിയൊരു ഗിൽറ്റ് ഫീൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നേരെ മറിച്ച് നമ്മൾ ഇവിടെ ടാർഗറ്റ് വെച്ച് 30 പോയിൻറ്റ്സ് ഇവിടെ ടാർഗറ്റ് വെച്ചാൽ നമുക്ക് വരാൻ പോകുന്ന ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും, മാർക്കറ്റ് ഇൻ കേസ് ഇവിടെ ടാപ്പ് ചെയ്ത് തിരിച്ചു പോയി വിചാരിക്കാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ടാപ്പ് ചെയ്ത് തിരിച്ചു വന്ന് അങ്ങനെ വന്ന് SL അടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമോഷനായിരിക്കും. കാരണം നമ്മൾ ഇവിടെ ടാർഗറ്റ് വെച്ചിട്ട് മാർക്കറ്റ് ഇതുവരെ വന്ന് ഇവിടേക്ക് പോയി. ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. ഇവിടെ ഒരു ഡേലോ ഉണ്ടായിരുന്നു, ഒരു ലിക്വിഡിറ്റി ഏരിയ ആണേന്, അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ പോയിൻറ്റ്സ് കിട്ടുമായിരുന്നു. അതിന് പകരം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് SL കൊടുത്ത്. സോ ആ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ഇമോഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നുള്ളത് എനിക്കറിയാം.
മറ്റേത് വലിയ കുഴപ്പമില്ല. മറ്റേ നമ്മൾ ഇവിടെ ടാർഗറ്റ് വെച്ചാലുള്ള ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് മേലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് പ്രോഫിറ്റ്സ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഗിൽറ്റ് വരും. പക്ഷേ കുറച്ച് പ്രോഫിറ്റ്സ് നഷ്ടപ്പെട്ടു എന്നുള്ള ഗിൽറ്റിനെക്കാട്ടും എത്രയോ വലുതായിരിക്കും ഇതുവരെ പ്രോഫിറ്റ് വന്നൊരു സാധനം ബുക്ക് ചെയ്യാതെ തിരിച്ച് ഇതുവരെ വരെ പോയി എന്ന് പറഞ്ഞാൽ. സോ ആ ഗിൽറ്റ് ഫീൽ നമുക്ക് ഭയങ്കര ഇമോഷണലാവും. സോ അങ്ങനെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിപ്പോൾ താഴേക്ക് വന്നിരുന്നെങ്കിൽ താഴേക്ക് പോയാലും ശരി മേലേക്ക് പോയാലും ശരി ഇവിടുന്ന് എന്തായാലും ശരി ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്താൽ ഞാൻ കണ്ണും പൂട്ടി എക്സിറ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്നതിലാണ് നമ്മുടെ ട്രേഡിങ് സക്സസ് ഒക്കെ എടുക്കുന്നത്. ആ തീരുമാനങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങനെയുള്ള എല്ലാ ചിന്തകളും വരില്ല. ഇവിടെ എത്തുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ ഒറ്റ ചിന്ത ഉണ്ടാവുള്ളൂ, ഇതിപ്പോൾ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, നല്ല ഹെവി മൊമെൻറ്റത്തിലാണ് വരുന്നത്, താഴേക്ക് പോകാൻ നല്ല ഹെവി ചാൻസ് ഉണ്ട്, അപ്പോൾ 30 പോയിൻറ്റ്സ് വെക്കുക എന്നുള്ള രീതിയിലുള്ള ചിന്ത മാത്രമേ നമ്മളെ മൈൻഡിലേക്ക് വരുള്ളൂ. അതേസമയം നമ്മൾ അതിൻ്റെ നെഗറ്റീവ് സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടും ഇവിടെ വരെ വന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ഗിൽറ്റി ഫീൽ ആയിരിക്കും എനിക്കുണ്ടാവുക. അങ്ങനെ സംഭവം പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എന്ത് സംഭവിക്കും, എൻ്റെ അടുത്ത ട്രേഡിനെ അത് ബാധിക്കും. ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും, കുറച്ച് പ്രോഫിറ്റ്സ് പോകും, അത്രയല്ലേ ഉള്ളൂ. ആ പ്രോഫിറ്റ്സ് കൊണ്ട് പോയിക്കോട്ടെ വിചാരിച്ചാൽ മതി. ആ പ്രോഫിറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ എന്താ റിസ്ക് ചെയ്യണേ, നമ്മളെ കംപ്ലീറ്റ് മൈൻഡ് സെറ്റ്, നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കി മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന മൈൻഡ് സെറ്റ്, ഇമോഷൻ കൺട്രോൾ, നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ട്രേഡ്സ്, അതിനൊക്കെ ഇത് ബാധിക്കും ഇങ്ങനത്തെ ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ. സോ അത്രയും വലിയൊരു റിസ്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു ചെറിയ പ്രോഫിറ്റ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ഈ ഒരു ട്രേഡിൽ എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഈ ടൈമിലൊന്നും വലിയ ഇമോഷനും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ടാർഗറ്റിൻ്റെ അടുത്ത് വരെ പോയി അവിടെ നിന്ന് തിരിച്ച് വന്ന് വീണ്ടും ഇങ്ങനെ വന്ന് തിരിച്ച് SL അടിച്ച് അതൊന്നും വലിയ പ്രശ്നമായിട്ട് ഇന്ന് തോന്നിയില്ല. കാരണം ഒക്കെ നോർമൽ കേസാണല്ലോ. എൻട്രി എടുത്തു, ടാർഗറ്റ് വെച്ചു, SL വെച്ചു, ഏതെങ്കിലും ഒന്ന് അടിക്കും, അതിൻ്റെ അടുത്ത് വരെ പോയി തിരിച്ച് വന്ന് SL അടിച്ചു, അത് പ്രശ്നമില്ല. പക്ഷെ മറ്റേ ഒരു കേസാണെങ്കിൽ നല്ല രീതിക്ക് എഫക്റ്റ് ആവാൻ. അപ്പോൾ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് പറയാമായിരുന്നു. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ട്രേഡിൻ്റെ നമുക്ക് അടുത്ത ട്രേഡിന് 5 മിനിറ്റ് ഡൗൺ സൈഡിലേക്ക് ഇവിടെ ഒരു ലെവൽ ഉണ്ടായിരുന്നല്ലോ, ടാപ്പ് ചെയ്തു. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ 23,380.65 380.65 ആയിട്ടുള്ളൂ. ഇത് 75 ആണ്. സോ ടാപ്പ് ചെയ്തില്ല, എൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ താഴേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അപ്പ് സൈഡിലേക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ലെവൽ ഉണ്ട്, അവിടെ നിന്ന് വേണം അപ്പ് സൈഡിലേക്ക് കൺസിഡർ ചെയ്യുക. പക്ഷേ അപ്പ് സൈഡിലേക്ക് ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു എൻട്രി നോക്കുന്നില്ല. ഓക്കെ, ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി എൻട്രി എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 12:19 ആയിട്ടുണ്ട്. വേറെ എൻട്രീസോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. ഇവിടെ എന്താ ഫ്ലാറ്റ് ട്രേഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എടുത്ത ഒറ്റ സിംഗിൾ ട്രേഡ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് വരെ പോയി തിരിഞ്ഞു എന്ന സമയത്ത് വീണ്ടും അതിൻ്റെ മേലെ പോയി അത് ടാപ്പ് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് എൻട്രി കിട്ടിയില്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് പ്രോപ്പർ എൻട്രി കിട്ടിയില്ല. അതുകൊണ്ട് ആ ഒരു ട്രേഡ് നമുക്ക് മിസ്സായി. പിന്നെ ആ ഒരു ട്രേഡ് മിസ്സായല്ല, അവിടെ ഒരു ട്രേഡ് ഇല്ല, ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് മിസ്സായി. പിന്നെ ഇപ്പോൾ അടിയിലുള്ള ഓരോ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്നുണ്ട് മേലേക്ക് എൻട്രി എടുക്കാൻ കണക്കായിട്ട്. ബട്ട് അവിടുന്ന് അപ്പ് സൈഡിലേക്ക് എൻട്രി എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനിലാണ്. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ, ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു ഡേ ഹൈ എടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു ലെവൽ ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് എൻട്രി അപ്പ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇന്നലത്തെ ഒരു ട്രേഡിൽ കാണിച്ചിട്ടുണ്ടേനി. ഞാൻ ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ തന്നെ ഒരു ട്രേഡ് അപ്പ് സൈഡിലേക്ക് എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് അതായത് അപ്പ് സൈഡിൽ തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റിയും പെട്ടെന്ന് ഇറങ്ങി ഒരു സ്കാൽപ്പിംഗ് പോലെ അല്ല, ചെറിയ പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. സോ ആ രീതിയിലൊക്കെ കണ്ടിട്ട് വേണ്ടി വരും അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കാൻ. സോ അങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ വരികയാണെങ്കിൽ ഇന്ന് അപ്പ് സൈഡിലേക്ക് നമുക്കൊരു ട്രേഡ് നോക്കാം. ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒരു ട്രേഡ് നോക്കാം. ഒന്നും കൂടെ മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ വേണമെങ്കിൽ ആ രീതിയിലൊന്ന് കൺസിഡർ ചെയ്യും. അത്രേ ഉള്ളൂ. ഏതായാലും ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതിൽ
ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് കൂടുതൽ എനിക്ക് പ്രോബിലിറ്റി ഫീൽ ചെയ്യുന്നത്. പക്ഷേ അപ്പ് സൈഡിലേക്ക് ഞാൻ ട്രേഡ് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞത് ഈ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത സമയത്ത് ചെറിയൊരു ട്രേഡ് തൊട്ടടുത്ത് ലിക്വിഡിറ്റി ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ട്രേഡ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഏത് സൈഡിലേക്കാണെങ്കിലും ശരി ട്രേഡ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് വേറെ ട്രേഡ്സ് ഒന്നും ഇല്ല. നമ്മൾ രാവിലെ എടുത്ത ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. അതിൽ ഫ്ലാറ്റ് ട്രേഡ് കാണാൻ ഡീറ്റെയിൽസ് 3000 റുപ്പീസ് ആയിരുന്നു നമുക്ക് ലോസ് വന്നത്. നമ്മൾ രാവിലെ എടുത്ത ഒരു ട്രേഡ് മാത്രം, വേറെ ട്രേഡ്സ് ഒന്നുമില്ല. അതിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത് ഏകദേശം ഇവിടേക്ക് എത്തിയ സമയത്തായിരുന്നു. ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. ഞാൻ എൻ്റെ വീഡിയോ കുറച്ച് ബാക്കിലേക്ക് പോയി നോക്കിയാൽ കാണാൻ കഴിയും. അതായത് ഇവിടുന്ന് അപ്പ് സൈഡിലേക്ക് എടുക്കണോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് എടുക്കണോ. ഓവറോൾ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് എൻ്റെ വ്യൂ. പക്ഷേ അപ്പ് സൈഡിലേക്ക് ചെറിയൊരു ട്രേഡ് എടുക്കണോ എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഞാൻ എടുത്തില്ല. അവിടെ വെയിറ്റ് ചെയ്തിരുന്നു വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും നമ്മൾ അടുത്ത ലിക്വിഡിറ്റി ഏരിയയൊക്കെ ടാപ്പ് ചെയ്ത്. പക്ഷേ അവിടെ നിന്നും ഞാൻ അപ്പ് സൈഡിലേക്ക് എടുത്തില്ല. അവിടെ നിന്നൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് ഇനി എങ്ങോട്ട് എടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലേക്ക് ഞാൻ എടുത്തില്ല, വെയിറ്റ് ചെയ്തിരുന്നു. ബട്ട് മാർക്കറ്റ് നല്ല ഹെവി ആയിട്ട് ബുള്ളിഷായി മേലേക്ക് കയറി. ഈ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ള ഒരു ലിക്വിഡിറ്റി എടുത്തു, ഇവിടെ ഉള്ള ഒരു ലിക്വിഡിറ്റി, പിന്നെ ഡേലോ എല്ലാ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രോപ്പർ സ്ട്രക്ചറൊക്കെ ഫോം ആയിട്ട് തന്നെയാണ് മേലേക്ക് പോയത്. ഇവിടെ എൻട്രി പോലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ ആ ടൈമിൽ കംപ്ലീറ്റ് കൺഫ്യൂഷനിലാണ് ഇനി. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ ഇന്ന് രാവിലെ തന്നെ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്തു. ഹ്യൂജ് ഗ്യാപ്പപ്പാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഡൗൺ സൈഡിലേക്കാണ് എൻ്റെ വ്യൂ. ഡൗൺ സൈഡിലേക്ക് ഞാൻ വ്യൂ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഇവിടെയുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് മേലേക്ക് എൻട്രി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ സ്റ്റേജിൽ നമുക്ക് ഏറ്റവും നല്ലത് അടങ്ങി മിണ്ടാതിരിക്കുന്നതാണ്. ഇവിടെ എടുത്തിരുന്നെങ്കിൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു, അല്ലെ ഹ്യൂജ് പ്രോഫിറ്റ് തന്നെ കിട്ടിയേന്. ബട്ട് അത് പ്രശ്നമില്ല. നമ്മുടെ വ്യൂ, നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് വരുന്ന ട്രേഡ്സ് മാത്രം എടുക്കുക. ആ പ്ലാനിന് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അത് ലോസ് ആണെങ്കിലും കുഴപ്പമില്ല, പ്രോഫിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അതിന് സ്റ്റിക്ക് ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കഴിയുള്ളൂ, ഓവറോൾ പ്രോഫിറ്റിലെത്താൻ കഴിയുള്ളൂ. അതിന്ന് മാറിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ആണെങ്കിലും വേണ്ടിയില്ല എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് പ്രോഫിറ്റ് കിട്ടും. ബട്ട് മന്ത് എൻഡ് നോക്കുമ്പോൾ PNL നോക്കുന്ന സമയത്ത് നമുക്ക് ലോസ് ആയിരിക്കും വരിക. കാരണം വേറെ ഏതെങ്കിലും ദിവസം ഈ പ്രോഫിറ്റൊക്കെ നഷ്ടപ്പെടും നമുക്ക്. ഓക്കെ, സോ അതിനുശേഷം മാർക്കറ്റ് ഹ്യൂജ് പോക്കാണ് പോയത്. മേലേക്ക് നല്ല രീതിക്ക് കയറിപ്പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും ഈ ഏരിയ നിന്നും ഞാൻ അപ്പ് സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും ഒന്നും ട്രേഡ് നോക്കിയില്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ ഞാൻ നല്ല കൺഫ്യൂഷൻ ആയപ്പോൾ മാർക്കറ്റിൽ നിന്ന് പോയി. പിന്നെ എപ്പോഴാണ് തിരിച്ചു വരുന്നത്. ഓക്കെ, സോ ഇന്ന് ഈ ഒരു സിംഗിൾ ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് നാളെ ശനിയാഴ്ചയാണ്. സോ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.